അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദംതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാത്ത്. ഹബീബാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരം അൽഹംദുലില്ലാഹ് അല്ലാഹു എനിക്ക് നൽകി. ഫമാ ഖാല ലീ ലിമ ഫഅൽത യാ അനസൂ, എന്നോട് അല്ലാഹുവിന്റെ റസൂൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്തിനാണ് അനസേ നീ അത് ചെയ്തത്. ലിമ ഫഅൽത യാ അനസൂ വലിമ ലം തഫഅൽ, എന്തുകൊണ്ട് നീ അത് ചെയ്തിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് മഹത്തുക്കളാകുന്ന ഉലമാക്കൾ കൊണ്ടുവരുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവ വിശേഷണത്തെ വിവരിക്കുന്നതായ ബാബിലാണ്, ഭാഗത്താണ്. അല്ലാഹുവിന്റെ റസൂലിനെ പഠിക്കണേ ചെറുപ്പക്കാരാ. ഇന്നത്തെ മുതലാളിമാർ തൊഴിലാളികളെ പീഡിപ്പിക്കുന്നവരല്ലേ, പ്രയാസപ്പെടുത്തുന്നവരല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതി നമ്മളിലേക്ക് ഉണ്ടാവൽ അനിവാര്യമാണ്. ആദരവായ പ്രവാചകരുടെ ശൈലിയൊന്ന് പഠിച്ചു വെക്കണേ. 10 കൊല്ലം ഖിദ്മത്തെടുത്തതാകുന്ന കുട്ടിയോട് ഒരു വേള പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല, പൊന്നുമോൻ അനസേ എന്തിനാണ് നീ അത് ചെയ്തത്, എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു. എത്ര മഹോന്നതമായ സ്വഭാവമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മുതലാളിമാർ തൊഴിലാളികളെ ക്രൂശിക്കാൻ അല്ലേ, 1000 രൂപയ്ക്ക് വീട്ടുജോലിക്ക് നിർത്തിയിരിക്കുന്ന ഒരു പെണ്ണിനെയാണെങ്കിൽ പോലും ജോലിക്ക് നിർത്തിയിരിക്കുന്നതാകുന്ന തൊഴിലാളികളോട് സാധാരണയിൽ കവിഞ്ഞുള്ള ജോലികൾ ഓരോ ദിവസങ്ങൾ കഴിയും തോറും കൂട്ടിപ്പറയുകയും എന്നാൽ അതിന് പ്രത്യേകമായിട്ട് ശമ്പളം നൽകാതെ അവരെ ക്രൂശിക്കുകയും ചെയ്യുന്ന കാലഘട്ടം. പരിശുദ്ധ പ്രവാചകർക്ക് അങ്ങോട്ട് ഖിദ്മത്തെടുക്കാൻ വേണ്ടി ഉമ്മ കൊണ്ടുവന്ന് കൊടുത്തു സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹുവിനെ. നബി നിർബന്ധം വെച്ചിട്ടല്ല, നബിക്ക് ഖിദ്മത്തെടുത്തിട്ട് ബറക്കത്തെടുക്കാൻ സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 10 കൊല്ലം അങ്ങനെ ഖിദ്മത്തെടുത്തിട്ട് ഒരു വാക്ക് പോലും പ്രവാചകർ എന്നോട് മറുത്തു പറഞ്ഞിട്ടില്ല. പ്രവാചകരുടെ സ്വഭാവത്തിന്റെ വിശേഷണം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. തീർന്നില്ല. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു തയ്യക്കാരന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടു. തുന്നൽക്കാരനായ സ്വഹാബിയാണ്. സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് പ്രവാചകർ ചെന്നു. ഞാനും പ്രവാചകരോടൊപ്പം ആ വീട്ടിനുള്ളിലേക്ക് ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ സൽക്കാരത്തിൽ പങ്കെടുത്തു. ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൂടുതലായി ചുരക്ക കഴിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അങ്ങനെ ഫ്രൂട്ട്സ് വല്ലാതെ ഒന്നും വെജിറ്റബിൾസ് കഴിക്കുന്ന ആളായിരുന്നില്ല. ചുരക്കയോ മറ്റു സാധനങ്ങളോ ഒന്നും കഴിക്കാറില്ല. ചുരക്ക പച്ചക്കറിയിലൊരു സാധനമാണ്, നീണ്ടിട്ട് കണ്ടിട്ടില്ലേ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ പ്രിയം. നബി അതിങ്ങനെ കൂടുതലായി കഴിക്കുന്നത് ഞാൻ കണ്ടു. ആര് പറയാൻ? സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു തആല പറയുകയാണ്, എനിക്ക് അതുവരെ വെറുപ്പുണ്ടായിരുന്ന, വലിയ ഇഷ്ടമില്ലാതിരുന്ന ഭക്ഷണമായിരുന്നു അത്. പക്ഷേ എൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് കൂടുതലായി ഇഷ്ടമുണ്ട് എന്നുള്ളത് പ്രവാചകരുടെ ഭക്ഷണത്തിന്റെ രീതിയിൽ നിന്ന് മനസ്സിലായപ്പോ ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്നങ്ങോട്ട് അത് വാങ്ങാനും ഭുജിക്കാനും തുടങ്ങിയെന്ന് അനസ് റളിയല്ലാഹു അൻഹു. നബി ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളൊക്കെ ഉണ്ട് എപ്പോഴും ഇറച്ചി മീനും അത് തന്നെ. അങ്ങനെയല്ല, ഈ പറഞ്ഞ ചുരക്ക അടക്കമുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. കൊളസ്ട്രോളും മറ്റുമൊക്കെ കുറയാൻ അത് കാരണമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇറച്ചിക്കറിയിൽ സ്വല്പം ചുരക്ക ഇട്ടിട്ട് കറി വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. ചെയ്തു നോക്ക്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല കൊഴുപ്പുണ്ടാവും. നമ്മൾ ഈ ഉരുളക്കിഴങ്ങിടും. പണ്ട് കാലം മുതലേ അങ്ങനെയാണ്. 2 കിലോ മട്ടന് 8 കിലോ ഉരുളക്കിഴങ്ങ്, അങ്ങനെ ഒരു കണക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് അല്ലേ?
ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു ആറാട്ട്. ഇപ്പം അത് മാറിയിട്ടുണ്ട്. ഇപ്പം എന്ത് ചെയ്യുക, ഇച്ചിരി ചുരക്കയിട്ട് കറി വെക്കുക. അപ്പം കറിക്കൊരു കൊഴുപ്പുണ്ടാവും, വേറെ ഗ്യാസും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല റാഹത്തായിരിക്കും കറി. അങ്ങനെ എന്ത് ചെയ്തു നോക്കിയേ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ ഉരുളക്കിഴങ്ങ് പണ്ട് മുതലേ ഇടുന്നത് ഉപ്പ് കൂടുതലായിട്ട് കറിക്കുണ്ടെങ്കിൽ, അത് കൂടുതലുണ്ടെങ്കിൽ അത് ഈ ഉരുളക്കിഴങ്ങ് പിടിച്ചെടുക്കുമെന്നാണ്. ഒരല്പം ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ 1-2 ഉരുളക്കിഴങ്ങ് ഇട്ടാൽ എന്താണ്, അത് ഈ കിഴങ്ങ് പിടിച്ചെടുക്കും. അതിനുവേണ്ടി പണ്ടുള്ളവരിട്ടതാണ്. നമ്മളെന്ത് ചെയ്യുക, 2 കിലോ മട്ടൻ വാങ്ങിയിട്ട് 8 കിലോ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചേക്കുക. കറി മട്ടൻ കറിന്ന് പേരും. അങ്ങനെ ആകാൻ പാടില്ല. ഇപ്പം അത് മാറിയിട്ടുണ്ട്, പണ്ട് കാലത്താണ്. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അപ്പോൾ ഈ ചൊരക്ക നല്ലതുപോലെ എന്ത് ചെയ്യുക, കറിക്കകത്തിട്ടോ, നല്ല ബർക്കത്തുണ്ടാവും. കാരണം നബിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണത്. അള്ളാഹു കബൂലാക്കട്ടെ. നബി ഇഷ്ടപ്പെട്ടതിന് ഇഷ്ടപ്പെടുക. നബി ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തെയാണ് പറഞ്ഞത്, അത് നമ്മൾ പ്രിയം വെക്കുക. ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ അത് വരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയോടുള്ള സ്നേഹം ആ പ്രവാചകരുടെ തിരുസുന്നത്തിലൂടെ ഹയാത്താക്കട്ടെ. അത് ഭക്ഷണത്തിലും വരട്ടെ, ജീവിതത്തിലുടനീളം അതുണ്ടാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം എൻ്റെ ഖിദ്മത്ത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാവണം അല്ലാഹുവിൻ്റെ റസൂൽ എനിക്കൊരു വെള്ളം കുടിച്ച പാത്രം നൽകുകയാണ്. ഒരു പാത്രം എനിക്ക് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിച്ചിരുന്ന പാത്രമാണ്. മാഷാ അല്ലാഹ്, ആ പാത്രം ഞാൻ തന്നെ ഉപയോഗിച്ച് പോരുകയാണ്. ഒരാൾക്കും ഞാനത് കൈമാറിയിട്ടില്ല എൻ്റെ മരണം വരെ. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു അത് കൂടെ കൊണ്ട് നടക്കുകയാണ് സദാസമയവും. നബിക്ക് ഖിദ്മത്ത് എടുത്തു കൂടിയതാകുന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുക്കുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, അനസിന് നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്, സമ്പത്തും സന്താനവും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവനം ചെയ്ത് ഖിദ്മത്ത് ചെയ്ത് കൂടിയതാകുന്ന അനസ് റളിയല്ലാഹു അൻഹു 100-ൽ പരം വയസ്സ് ജീവിച്ചില്ലയോ. സന്താന പരമ്പരകൾ ധാരാളമാണ്. സ്വഹാബത്തിന്റെ ഇടയിൽ അതിസമ്പന്നതയുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടു സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടു. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ആണ്. നമ്മൾ അങ്ങനെയാണല്ലോ മഹാന്മാരെയും മഹത്തുക്കളെയും വിലായത്തുള്ളതാകുന്ന മശായിഖന്മാരെയും ചേർന്ന് നിന്ന് അവർക്ക് ഖിദ്മത്ത് ചെയ്യും. എന്തിനാണ്? ദുനിയാവും വിജയം കിട്ടാനും ആഖിറം പ്രത്യേകിച്ച് വിജയം കിട്ടാനും. അതിനാണ് സമുന്നതരാകുന്ന ആലിമീങ്ങളെ, ഉലമാക്കളെ നമ്മൾ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അവരോട് ചേർന്ന് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഗുണവും ജീവിതത്തിലുണ്ടാവും, ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വന്നിരാകുന്ന ഏരൂർ ശംസുദ്ദീൻ ഉസ്താദിനെ കൊണ്ടുവന്നു. കഴിഞ്ഞ 10ഓളം വർഷമായി, 9 വർഷം പൂർത്തീകരിക്കപ്പെടാൻ സലാത്ത് സ്ഥാപിച്ച് എല്ലാ വർഷവും അവിടുത്തെ ആശീർവാദത്തോടുകൂടി അൽഹംദുലില്ലാഹ് ഈ മജ്ലിസ് ഇങ്ങനെ കൊണ്ടുപോവാൻ. ബദറുദ്ദീൻ സാഹിബ്, അബൂബക്കർ സാഹിബ്, അവരുടെ കുടുംബം, അതിൻ്റെ ബറക്കത്ത് അവരുടെ ജീവിതത്തിൽ അള്ളാഹു കൊടുക്കാൻ. ഇത് ഈ സമൂഹവും ഇവിടെയുള്ള അയൽവക്കത്തിലുള്ള കൂട്ടുകുടുംബാദികളും ബന്ധുമിത്രാദികളും ഈ നാട്ടുകാരും തിരിച്ചറിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ എത്രത്തോളം മഹാന്മാരിലേക്ക് അടുക്കുകയും ആ മഹാന്മാർ മുഖേന അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് അടുക്കുകയും ചെയ്യുന്നോ, തീർച്ചയായിട്ടും ദുനിയാവും വിജയം കിട്ടും, ആഖിറവും വിജയിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അനസ് റളിയല്ലാഹുവിനെ നേടിയെടുത്ത വിജയം അതാണ്. ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടാൻ. നബിക്ക് 10 കൊല്ലം ഖിദ്മത്തെടുത്ത് വേണ്ടതെല്ലാം ചോദിച്ചു വാങ്ങി. വർഷങ്ങളോളം ജീവിക്കാൻ ആഫിയത്ത് കിട്ടി. മക്കളങ്ങ് പെറ്റുപെരുകി, സന്താന പരമ്പരകളായി, ഇഷ്ടംപോലെ മക്കൾ, സമ്പത്ത് ധാരാളം. അവസാനം അനസ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അദ്ദേഹത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാനമായി കൊടുത്ത ആ വെള്ളം കുടിച്ചിരുന്ന പ്രവാചകർ തൻ്റെ ചുണ്ടിലേക്ക്, ശറഫാക്കപ്പെട്ട ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിരുന്ന ആ പാത്രത്തെ ചൊല്ലി കുടുംബാദികൾ തർക്കമായി. ആർക്കും അനന്തരം വേണ്ട, സ്വത്തൊന്നും വേണ്ട, സ്വത്തൊക്കെ ഇഷ്ടം പോലെയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ പരമ്പര, എൻ്റെ മക്കൾ, കുടുംബങ്ങൾ, ഞാൻ മരണപ്പെട്ടതിന് ശേഷം അനസ് റളിയല്ലാഹുവിൻ്റെ കുടുംബം അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്ത ഈ പാത്രത്തെ ചൊല്ലി വഴക്കടിക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു,
സമ്പത്ത് വേണ്ട, ഇത് കിട്ടിയാൽ മതി. അവസാനം തർക്കം വല്ലാതെ കൂടി വന്നപ്പോൾ ആ പാത്രം കൊണ്ടുവന്ന സ്വഹാബത്ത് ലേലത്തിൽ വെക്കുകയാണ്. ഒരാൾക്കും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത പാത്രമാണ്, അത് കൊണ്ടുവന്ന് ലേലത്തിൽ വെച്ചു. ലേലത്തിൽ ബസറയിൽ നിന്ന്, ഇറാഖിൽ നിന്ന് ഒരു വ്യക്തി വന്ന് 70,000 ദീനാറിന് സ്വർണ്ണ നാണയത്തിന് ആ പാത്രം കരഗതമാക്കി. 70,000 സ്വർണ്ണ നാണയം അക്കാലഘട്ടത്തിൽ, ഇന്നല്ല, 70,000 സ്വർണ്ണ നാണയത്തിന് എന്തോ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിച്ചിരുന്ന ഒരു പാത്രത്തിൻ്റെ വിലയാണ് 70,000 സ്വർണ്ണ നാണയം. മാഷാ അല്ലാഹ്. ഇറാഖിലെ ബസറയിലേക്ക് സാധനം കൊണ്ടുപോയിട്ടുണ്ട്. ഇത് പിൽക്കാലത്ത് തൻ്റെ ഉസ്താദാകുന്ന ബഹുമാനപ്പെട്ട ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇത് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദിൽ നിന്ന് ഈ അറിവ് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു പാത്രം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു കൊടുത്തത് അദ്ദേഹത്തിൻ്റെതാകുന്ന വഫാത്തിന് ശേഷം കുടുംബക്കാർ വഴക്കടിച്ച് നിലകൊള്ളുന്ന വേളയിൽ അത് ലേലം വിളിച്ച് ബസറയിലുള്ള വലിയൊരു പണക്കാരൻ കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ടെന്ന് അറിവ് കിട്ടിയപ്പോൾ ഓതൽ മതിയാക്കി, കിതാബോടെ അടച്ചു വെച്ചു. ആര്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം യാത്ര പോവാൻ. എവിടുന്ന്? ഇന്ന് നമ്മുടെ റഷ്യ ആകുന്ന സ്ഥലത്താണ് അന്ന് ബുഖാറ. അന്ന് ബുഖാറയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ ഇറാഖിലെ ബസറയിലേക്ക് യാത്ര തിരിച്ചു. എന്താ ലക്ഷ്യം? പോകുന്നത് എന്തിനാ? നബിയെ കാണാനാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രം അവിടെയുണ്ട്, ആ പാത്രം കാണാൻ വേണ്ടി പോവാൻ. ഇതൊക്കെ ഇന്നത്തെ സുന്നികൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമുക്കിടയിൽ തന്നെ ആദർശത്തിൽ വ്യതിയാനം വരുന്ന കൗമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നവർ. നബിയെ കാണാനല്ല ഈ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രം കാണാനും അതൊന്ന് കിട്ടിയാൽ അതിലൽപ്പം വെള്ളമൊഴിച്ച് കുടിക്കാനും വേണ്ടി ബഹുമാനപ്പെട്ടവർ ഉസ്താദിനോട് സമ്മതം വാങ്ങിയിട്ട് യാത്ര തിരിച്ചു. ബുഖാറയിൽ നിന്ന് കിലോമീറ്ററുകളോളം. ഞാൻ ഈ പറയുന്ന ചരിത്രം വെറുതെ വാമൊഴി പറയല്ല. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ കുറിച്ചുള്ള മദ്ഹ് ഇമാം ഖസ്സലാനി റളിയല്ലാഹു അൻഹു ഖസ്സലാനിയുടെ തുടക്കത്തിൽ ആമുഖത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാകുന്ന ചരിത്രമാണ്. ബുഖാരി ഇമാമിന്റെ മദ്ഹ് പറയുന്ന സ്ഥലത്ത് ഈ സംഭവം എടുത്തുദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടതാകുന്ന അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു ബസറയിലെത്തിയപ്പോൾ അറിയാൻ സാധിച്ചു ആ പാത്രമുള്ളത് നാട്ടിലെ വലിയ ധനികന്റെ കയ്യിലാണ്, അദ്ദേഹം തരാൻ ചാൻസ് ഇല്ല. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹത്തിനോട് വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്, ആ പാത്രം ഒന്ന് കാണിച്ചു തന്നാലും. ഞാനൊരു പാവപ്പെട്ടവനാണ്, പ്രവാചക പ്രേമിയാണ്, പ്രവാചകനോടുള്ള അനുരാഗം വെച്ചുകൊണ്ട് കടന്നു വന്ന വ്യക്തിയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പാത്രം കാണിക്കപ്പെടുകയാണ്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഒരൽപ്പം വെള്ളം ഞാനിതിലൊഴിച്ച് കുടിച്ചോട്ടെ? അനുവാദം ചോദിക്കുന്നു, സമ്മതം കൊടുക്കുന്നു. അൽഹംദുലില്ലാഹ്, ബിസ്മി ചൊല്ലിക്കൊണ്ട് വെള്ളം അതിലൊഴിച്ചുകൊണ്ട് ശറഫാക്കപ്പെട്ട പ്രവാചകന്റെ അധരങ്ങളിലേക്ക് ചേർത്ത് വെച്ചിരുന്ന പാത്രം കൊണ്ട് തന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പാനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തബറുകം ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ച ആ പാത്രത്തിൽ വെള്ളം കുടിച്ച് ബറക്കത്തെടുക്കുകയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ലോക പ്രശസ്ത ഗ്രന്ഥം. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും സഹീഹായ ഗ്രന്ഥം എല്ലാ അഇമ്മത്തുകളും ഒന്നിച്ചു. ഏതാണത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച ഹദീസുകളുടെ ക്രോഡീകരണമാകുന്ന സഹീഹുൽ ബുഖാരിയാണ്. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുത്തുനബിയോടുള്ള മഹബ്ബത്ത് കാണിച്ചതാണ് ഇമാം ഖസ്സലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മനസ്സിലാക്കണം നമ്മൾ. അതൊക്കെയാണ് നബിയോടുള്ള സ്നേഹം. നമ്മൾ നബിയെ എവിടെ സ്നേഹിക്കുന്നു? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാദാ സീത വ്യക്തിയല്ല.
ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയണേ, ഉൾക്കൊള്ളണേ, പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജത്തുൽ വദാ എന്ന വേളയിൽ തന്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായികളോടൊപ്പം 100,000-ഓളം വരുന്ന അനുയായികളോടൊപ്പം പരിശുദ്ധമാക്കപ്പെട്ട അറഫ മൈതാനിൽ വെച്ച് പ്രഭാഷണം നടത്തി. ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന്റെ അമലുകൾ പൂർത്തീകരിച്ചു. ജംറയിൽ വന്ന കല്ലുകൾ എറിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വലതുഭാഗത്ത് മുടി കളഞ്ഞിട്ട് അബൂ ത്വൽഹയുടെ കൈകളിൽ കൊടുത്തിട്ട് പറയുകയാണ്, ഇഖ്സിമുഹാ ബൈനൻ നാസ് ബൈനൽ മുഹാജിരീൻ വബൈനൽ അൻസാർ. വലതുഭാഗത്ത് മുടി കളഞ്ഞിട്ട് മുഹാജിരീങ്ങൾക്കും ഇടതുഭാഗത്ത് മുടി കളഞ്ഞിട്ട് അൻസാരികൾക്കും വീതിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലമുടിയിലെ രോമ കഷ്ണങ്ങൾ മുഴുവനും സ്വഹാബത്തിന് നബി തങ്ങൾ ദാനം ചെയ്തു. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബോഡി വേസ്റ്റ് അല്ലേ? ബോഡി വേസ്റ്റ് നിന്റെയാണ്, എന്റെയും നിന്റെയാണ് ബോഡി വേസ്റ്റ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഷഅറെ മുബാറക് അതെടുത്ത് വീതിച്ചു കൊടുത്തു. സ്വഹാബത്തിന്റെ കൊടുത്തിട്ട് പറയാണ്, ഇത് വീതിക്കാൻ, ഇത് സ്വഹാബത്തിനിടയിൽ വീതിക്ക് നബി മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാഹ്, സ്വഹാബത്തിന് അത് ഓരോരുത്തർക്ക് ഓരോ മുടി കഷ്ണം കിട്ടിയവരുണ്ട്, ഓരോ മുടി കിട്ടിയവരുണ്ട്, 2 മുടി കിട്ടിയവരുണ്ട്, 3 മുടി കിട്ടിയവരുണ്ട്. അങ്ങനെ സ്വഹാബത്ത് അത് കരഗതമാക്കി. സുബ്ഹാനല്ലാഹ്, എല്ലാവരും വാങ്ങിച്ചെടുത്തു. അസ്മാ ബിൻത് അബീബക്കർ റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ പറയുന്നു, ആ മുടിയുടെ വെള്ളം, മഹദി അവറുകൾ പറയുന്നത് ഇമാം മുസ്ലിം സഹീഹിൽ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്, അത് ഇട്ടിട്ട് ഞങ്ങളെ കുട്ടികൾക്ക് രോഗം വരുമ്പോൾ വെള്ളത്തിൽ മുക്കിയിട്ട് കുടിക്കാൻ കൊടുക്കും രോഗശമനത്തിന് വേണ്ടി എന്ന് ബീവി അസ്മാ റളിയല്ലാഹു അൻഹ. പഠിക്കണം നമ്മൾ. മുത്തുനബി ഒരു സാധാരണ വ്യക്തിയല്ല, അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. അവിടുത്തതാകുന്ന ഷറഫാക്കപ്പെട്ട മുടിയുടെ കാര്യമാണ് ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആ മുടിയുടെ മഹത്വം അറിയണോ? ബഹുമാനപ്പെട്ടതാകുന്ന സൈഫുൽ ഇലാഹി എന്ന പേരിൽ അറിയപ്പെടുന്ന അള്ളാഹുവിന്റെ പടവാൾ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യർമൂഖ് യുദ്ധം വലിയ കൊടുമ്പിരി കൊണ്ട് നിലകൊള്ളുന്നതായ സമയത്ത് ബഹുമാനപ്പെട്ടവർ പെട്ടെന്ന് സൈന്യത്തെ തിരിച്ചു വിളിക്കുകയാണ്. എന്നിട്ട് അദ്വരോട് പറയുകയാണ്, ഫഖദത്തു ഖലൻസുവതി, എന്നെ തൊപ്പി കളഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് യുദ്ധം നിർത്തണേ, നമുക്ക് തിരിച്ചു പോകാനും സാധിക്കില്ല, തിരിച്ചു പോകാനും മദീനയിലേക്ക് പോകാനും പറ്റൂല, കാരണം എന്റെ വില കൂടിയതാകുന്ന തൊപ്പി കളഞ്ഞു പോയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഫഖദത്ത് ഖലൻസുവതി, എന്റെ തൊപ്പി പോയിട്ടുണ്ട്, ആ തൊപ്പി എത്രയും പെട്ടെന്ന് തപ്പിയെടുക്കണം, എത്രയും പെട്ടെന്ന് അന്വേഷിക്കണം. സഹാബത്ത് 4 ഭാഗത്ത് ഓടി. ചിലരിങ്ങനെ പറയുന്നുണ്ട്, എന്താ ഇപ്പൊ ഈ തൊപ്പിയുടെ പിറകെ പോകുന്നത്? മനസ്സിലാകുന്നില്ലല്ലോ. സേനാനായകന്റെ പടത്തൊപ്പിയാണ്. ആ പടത്തൊപ്പി കാണാതെ പോയതിനെ ചൊല്ലിയിട്ട് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, യുദ്ധം വിജയിക്കൂല. യുദ്ധം വിജയിക്കണമെങ്കിലും ആ തൊപ്പി വേണം, മദീനയിലേക്ക് തിരിച്ചു പോകണമെങ്കിലും ആ തൊപ്പി പോകണം. കൈഫ അർജിഉ, ഞാൻ എങ്ങനെ മടക്കും പോകും? എനിക്കെന്റെ തൊപ്പി നഷ്ടപ്പെട്ടിരിക്കെ ഞാൻ എങ്ങനെ മടങ്ങിപ്പോകും? ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ. ഇനി എങ്ങനെ ഞാൻ മടങ്ങിപ്പോകും? മടങ്ങിപ്പോകാനും പറ്റത്തില്ല, സാധനം കയ്യിൽ കിട്ടണം. ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, ഇന്ന് വരെ ഞാൻ ഏതെല്ലാം യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ, ഇല്ലാവനുസിറുതോ, ആ തൊപ്പി കൊണ്ട് എനിക്ക് പരിപൂർണമായ സഹായം അള്ളാഹു നൽകിയിട്ടുണ്ട്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് പറയുന്നു, സഹാബത്തിനോട്, അന്വേഷിക്കണേ. എല്ലാവരും യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ പോയി അന്വേഷണം തുടരുകയാണ്. അവസാനം ഒരു സഹാബിക്ക് ഒരു തൊപ്പി കിട്ടുകയാണ്. ചെറിയ ചെളിയതിൽ പുരണ്ടിട്ടുണ്ട്, നല്ലതുപോലെ തുന്നി ചേർന്നിട്ടുള്ളതാകുന്ന ഒരു പഴയ തൊപ്പിയാണ് കിട്ടിയിട്ടുള്ളത്. യുദ്ധം നടക്കുന്നതിന് വേളയിൽ എവിടെ വെച്ചോ തലയിൽ നിന്ന് ഊരി നിലത്ത് പോയതാണ്.
കുതിരയുടേതാകുന്ന കുളമ്പടികൾ കൊണ്ട പാടുകൾ അതിൽ അവശേഷിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ കൈകളിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോ ഫഖബിലഹാ ഫഖബ്ബലഹാ, ആ തൊപ്പിയെടുത്ത് കയ്യിലേക്ക് വളരെ ഭവ്യതയോടുകൂടി ചേർത്ത് വെച്ച് അതിനെ തുരുതുരാ ചുംബിക്കുകയാണ് സയ്യിദുനാ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ പറയുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏതെല്ലാം യുദ്ധങ്ങളുണ്ടോ ആ യുദ്ധത്തിൽ മുഴുവനും വിജയിക്കാനുള്ള കാരണം ഈ ഒരൊറ്റ തൊപ്പിയാണ്. എന്താണ് ഈ തൊപ്പിയിലുള്ള പ്രത്യേകത എന്ന് നിങ്ങൾക്കറിയുമോ? വഫീഹി ശഅറാത്തും മിൻ ശഅരി റസൂലില്ലാഹ്, കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങള് മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ടതാകുന്ന ശറേ മുബാറക്ക് ഈ തൊപ്പിക്കകത്തുണ്ട് കേട്ടോ. അതിന്റെ ബറക്കത്ത് കൊണ്ടാണ് എല്ലാ യുദ്ധങ്ങളും ഞാൻ വിജയിക്കാറുള്ളതെന്ന് പറഞ്ഞ് ആ തൊപ്പി വാങ്ങി തുരുതുരാ ചുംബിക്കുകയാണ് ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. ആണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചെറിയ മുബാറക്കായ മുടിയുടെ കഷ്ണത്തിന്റെ ബറക്കത്താണ് ഈ പറഞ്ഞത്. അതിന്റെ മഹാത്മ്യം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ സാദാ സീത വ്യക്തിയായിട്ട് പ്രവാചകരെ കാണണ്ട. കൊമ്പ് വെച്ചതാകുന്ന രക്തം ബഹുമാനപ്പെട്ടതാകുന്ന സിനാൻ റളിയല്ലാഹു അൻഹുവിന് മുത്തുനബി കൊടുത്തിട്ട് പറഞ്ഞു കൊണ്ടുവയ്ക്കോ, കളയാൻ വേണ്ടി കൊടുത്തതാണ്. ബഹുമാനപ്പെട്ടവർ അങ്ങോട്ട് മാറി മറയിലോട്ട് നിന്നിട്ട് പതുക്കാൻ കുടിച്ചു. രക്തമല്ലേ, നമ്മളാണിത് കേൾക്കുമ്പോൾ ഓക്കാനിക്കാൻ നിൽക്കാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ നീ കാപട്യം നിറഞ്ഞവനാണ്, നീ പ്രവാചകരെ മനസ്സിലാക്കിയിട്ടില്ല. ഇനിയും ഈ തലമുറ അറിയാതെ പോകരുത് ഈ ചരിത്രങ്ങൾ. നമ്മുടെ തലമുറകൾ ചർച്ച ചെയ്യണം. എന്തിനാ പഠിക്കുന്നത്? സുന്നത്ത് ജമാഅത്ത് ജനങ്ങളിലേക്ക് അറിയിക്കണ്ടേ? അവരറിയണമല്ലോ, മനസ്സിലാക്കണം. ഈ പ്രവാചകൻ സാദാ സീത വ്യക്തിയല്ല. അത് പറയാതിരിക്കുമ്പോഴാണ് മറ്റുള്ളവർ പ്രവാചകനെ കുറിച്ച് ഇകഴ്ത്തുമ്പോൾ നമ്മളിലെ സ്വന്തം ശരീരത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് പ്രവാചകൻ സാദാ സീതയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് മുത്തുനബിയെ വാഴ്ത്തുന്നവരെ കുറ്റം പറയാൻ തുനിയാണ് ഇന്നത്തെ തലമുറ. നബി സാധാരണ വ്യക്തി അല്ല എന്ന് പറയൽ. കൊമ്പ് വെച്ച രക്തം അങ്ങോട്ട് കൊടുത്തതാണ്, കളയാൻ കൊടുത്തതാണ്. പക്ഷെ അങ്ങോട്ട് മാറി നിന്നിട്ട് സിനാൻ റളിയല്ലാഹു അൻഹു അതങ്ങ് കുടിച്ചിട്ട് വന്നപ്പോൾ നബി ചോദിച്ചു എന്ത് ചെയ്തെന്ന് ചോദിച്ചു. മറ്റുള്ളവരെ പഠിപ്പിക്കാനാണ്. കാരണം നബിക്ക് മനസ്സിലായി ഇവനത് കുടിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു നീ എന്ത് ചെയ്തു സിനാനെ? ബഹുമാനപ്പെട്ട സിനാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ശരിബത്തു യാ റസൂലല്ലാഹ്, ഞാനത് കുടിച്ചു റസൂലേ, പാനം ചെയ്തു ഹബീബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്നാൽ നിന്റെ ശരീരത്തിൽ ഒരിക്കലും നരകം സ്പർശിക്കൂല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഊഖിദ النار والفسنا حتى حمرت ثم أوقد ألف سنة حتى بيضت ثم أوقد ألف سنة حتى سودت وهي سوداء مظلمة. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകം, ആ നരകത്തിൻ്റെതാകുന്ന തീജ്വാല നിന്നിലേക്ക് കടക്കൂല. സിനാനെ നിന്റെ ശരീരത്തിൽ തീ സ്പർശിക്കൂല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം എൻ്റെ രക്തമാണ് നീ കുടിച്ചത്. എൻ്റെ രക്തം കുടിച്ചതിനാൽ നിന്റെ ശരീരത്തിൽ ആ രക്തോട്ടം തുടങ്ങി. ഇനി നീ പേടിക്കേണ്ടതില്ല, നിന്റെ ശരീരത്തിൽ നരകം സ്പർശിക്കൂല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊരു സാദാ സീത വ്യക്തിയല്ല, പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞാൽ തീരൂല പ്രവാചകരുടെ മദ്ഹ്. എത്രയെത്ര ചരിത്രങ്ങൾ അതിന് ഉപോത്ബലകമാണ്, എത്രയേറെ ചരിത്രങ്ങൾ പ്രസിദ്ധമാണ്. ലോകത്ത് പരിശുദ്ധ ഇസ്ലാം വ്യക്തമായി മുന്നോട്ട് വെക്കുന്ന ആശയമാണ് മാതാപിതാക്കളെ സ്നേഹിച്ചാൽ സ്വർഗമുറപ്പ്. ആണോ അല്ലേ? ഉറപ്പാണോ? ഉറപ്പാണ്. നമുക്കറിയാം, അതിന് ആയത്തും അറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു
وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. മാതാപിതാക്കളെ സ്നേഹിച്ചാൽ സ്വർഗമുറപ്പ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നാൽ അതേ ഖുർആൻ തന്നെ പറയുന്നു, മാതാപിതാക്കളെ സ്നേഹിച്ചാൽ ഈമാൻ പോകും. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. എന്താ ശരിക്കും ശ്രദ്ധിക്കണേ. പകുതി കേട്ടിട്ട് പോകരുത്, മുറിക്ലിപ്പാക്കുകയും ചെയ്യരുത്. ശരിക്കും ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്? മാതാപിതാക്കളെ സ്നേഹിച്ചാൽ സ്വർഗമുറപ്പ്. അതേ ഖുർആൻ പറയുന്നു, മാതാപിതാക്കളെ എങ്ങാനും സ്നേഹിച്ചു പോയാൽ നിങ്ങൾ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകും, കാഫിറായി ചത്തുപോകുന്നു. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആയത്തോതട്ടെ, കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل إن كان آباؤكم وأبناؤكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഉണർത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അല്ലയോ മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങളുടെ കുടുംബങ്ങളെക്കാളും നിങ്ങളുടെ സഹോദര സഹോദരിമാരെക്കാളും നിങ്ങളുടെ ബന്ധുമിത്രാദികളെക്കാളും നിങ്ങളുടെ കച്ചവടങ്ങളെക്കാളും ഈ ഭൗതിക ലോകത്തുള്ള ഏതെല്ലാം ആസ്വാദനങ്ങളുണ്ടോ ആ ആസ്വാദനങ്ങളെക്കാളും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ പ്രിയം വെച്ചില്ല എങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹുവിന്റെ അതികഠിനമാകുന്ന ശിക്ഷകളെ നിങ്ങൾ പ്രതീക്ഷിക്കണേ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. തമ്മാടികളാകുന്ന ഹിദായത്ത് സിദ്ധിക്കാത്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിലാണ് അവരെ ഉൾപ്പെടുത്തുക. ഹിദായത്ത് സിദ്ധിക്കാത്തതാകുന്ന തമ്മാടികളാണ്, അഥവാ കാഫിറായി ചത്തുപോകുമേ, അവിശ്വാസിയായി പരിണമിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനേക്കാളും മാതാപിതാക്കളെ ഇഷ്ടം വച്ചാൽ, ലോകത്തുള്ള സർവചരാചരങ്ങളെയും പ്രിയം വച്ചാൽ അവൻ കാഫിറാൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവ മാതാപിതാക്കളെ ഇഷ്ടം വെച്ചാൽ, ആരേക്കാൾ? മുത്തുനബിയേക്കാൾ മഹബത്ത് വെച്ചാൽ എന്തായിത്തീരും? കാഫിറാവും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ എന്നോട് മഹബത്ത് വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബിയോട് മഹബത്ത് ഉണ്ടാവലാണ് അനിവാര്യം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അനസ് റളിയല്ലാഹു തആല പറയുകയാണ്,
അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് നബിയോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ മതസാഅതു യാ റസൂലല്ലാഹ്, എന്നാണ് ലോകാവസാനം? അള്ളാഹുവിന്റെ റസൂൽ ഉടനെ ചോദിക്കുകയാണ്, മാദാ അഅദത ലഹാ, ആ ലോകാവസാനത്തിന് വേണ്ടി പൊന്നുമോനെ നീ എന്താണ് തയ്യാറെടുത്തിട്ടുള്ളത്? ഉടനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നബിയേ നബിയേ വലൈസ ലീ ബികസറത്തി സ്വലാത്തി വസിയാം, ഒരുപാട് അധികമായ നമസ്കാരമോ ഒരുപാട് നോമ്പോ എനിക്കില്ല റസൂലേ റസൂലേ, വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലാ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വല്ലാതെ ഇഷ്ടം വെക്കുന്നവനാണ്, പ്രിയം വെക്കുന്നവനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഈ ഒരു വർത്തമാനം പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, അൽ മർഉ മഅ മൻ അഹബ്ബ, മനുഷ്യനാരെയാണോ പ്രിയം വെച്ചത് അവനോടൊപ്പമായിരിക്കും നാളെ ഉണ്ടാവുക സ്വർഗ്ഗത്തിലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നിർത്താൻ നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു വിഭാഗം ആളുകൾ വന്നുകൊണ്ട് വീടിന്റെ വാതിൽക്കൽ വന്ന് ഒച്ചപ്പാടുണ്ടാക്കുകയാണ്, ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുകയാണ്. മുഹമ്മദേ ഇറങ്ങി വരൂ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകരെ വീടിന്റെ വാതിൽക്കൽ വന്ന് വിളിക്കുന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടുപടിക്കൽ വന്നുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, ആദരവായ പ്രവാചകന്റെ മുന്നിൽ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുത്. ഇന്നും ഈ ആയത്ത് പരിശുദ്ധമാക്കപ്പെട്ട മദീന മുനവ്വറയിൽ മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിൽ ബാവുസലാമിലൂടെ കയറി പരിശുദ്ധ പ്രവാചകന്റെ തിരുഹലറത്തിലേക്ക് സലാം ചൊല്ലാൻ നീ പോകുമ്പോ വ്യക്തമായി അവിടെ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅളികും ലിബഅളിൻ അൻ തഹ്ബത അഅമാലുകും. നിങ്ങൾക്കിടയിൽ നിങ്ങളുടേതാകുന്ന സുഹൃത്തുക്കളെ വിവരമില്ലാതെ ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരെടുത്തുകൊണ്ട് നിസാരമാക്കി നിങ്ങൾ വിളിക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ അറിയാതെയാണ് അല്ലാഹു നിങ്ങളുടെ അമലിനെ പൊളിച്ചു കളയുക എന്ന വിശുദ്ധമായ ഖുർആൻ.
ഒരു മനുഷ്യൻ്റെ അമല് പൊളിയുക എപ്പോഴാണ്? അവൻ മുർത്തദ്ദാകുമ്പോഴാണ്, കാഫിറാകുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവണതയാണ് എന്ത് മുത്തുനബിയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കൽ എന്ന് ഖുർആൻ വ്യക്തമാക്കി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇത് നബിയുടെ ജീവിതകാലഘട്ടത്ത് മാത്രമല്ല, ഇപ്പോഴും വഫാത്ത് കഴിഞ്ഞ് ഇപ്പോഴും 1000 വർഷങ്ങൾ പിന്നിടുമ്പോഴും പ്രവാചകരുടെ തിരുസവിധത്തിലെത്തി ഒരാൾ ഈ സമയത്തും ഒച്ചപ്പാടും ബഹളമുണ്ടാക്കിയാൽ അവൻ്റെ ഈമാൻ ഊരപ്പെടുമെന്നാണ് മുഫസ്സിരികൾ രേഖപ്പെടുത്തുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നബി ഒരു സാധാരണ വ്യക്തിയല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടോ? നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമുയർത്തി സംസാരിക്കാറില്ലേ സാധാരണക്കാരുടെ ഇടയിൽ? ഇതേ ബഹുമാന ആദരവുകളാണ് നമ്മൾ ആലിമീങ്ങളുടെ മുന്നിൽ വകവെച്ചു കൊടുക്കുന്നത്. അവരുടെ മുന്നിൽ ആവശ്യമില്ലാതെ സംസാരിക്കാൻ പാടില്ല, തട്ടിക്കയറി വർത്തമാനം പറയാണ്ടില്ല. കാരണം അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. അവരോട് മോശമായി പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൻ നബവിയുടെ പുറത്തിരിക്കുന്ന വേളയിൽ റൗളയിൽ 2 ചെറുപ്പക്കാരിരുന്നുകൊണ്ട് സംസാരിക്കുന്നത് കാണുകയാണ്. അതിശബ്ദമുയർത്തിക്കൊണ്ട് സംസാരിക്കുന്നത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരാളെ വിട്ടുകൊണ്ട് അവരെ വിളിപ്പിക്കുകയാണ്. അവര് 2 പേരും വരാൻ വേണ്ടി പറയണേ. ഉമർ റളിയല്ലാഹു അൻഹു 2 പേരെയും പുറത്തെത്തിയിട്ട് ചോദിച്ചു, മൻ അന്തുമാ മിൻ ഐന അന്തുമാ, നിങ്ങൾ ആരാണ്? എവിടുന്നാണ് നിങ്ങൾ വന്നത്? മൻ അന്തുമാ മിൻ ഐന അന്തുമാ, നിങ്ങൾ ആരാണ്? എവിടുന്നാണ് വന്നത്? ഉടനെ 2 പേരും പറഞ്ഞു അത്രേ, നഹ്നു മിനത് ത്വായിഫീൻ, ഞങ്ങൾ ത്വായിഫിൽ നിന്ന് വന്നതാണ്, ഞങ്ങൾ ഈ മദീനക്കാരല്ല. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാന്റെ റസൂലിനെ ബുദ്ധിമുട്ടിച്ച കൗമല്ലേ, ത്വായിഫിലേക്ക് വന്നപ്പോൾ അവിടുത്തെ തെരുവിലെ കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞതായ കൂട്ടരല്ലേ, നിങ്ങൾ ഇങ്ങനെ തന്നെ സംസാരിക്കും? നിങ്ങളോടൊരു കാര്യം ഞാൻ പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം, നിർബന്ധമാണ്. ലൗ കുന്തുമാ മിനൽ മദീന, നിങ്ങൾ 2 ആളുകളും മദീനയിൽ ഉള്ള ആളുകളായിരുന്നെങ്കിൽ ലഔജഅതുകുമാ, നിങ്ങൾ 2 പേരെയും ഞാൻ വേദനിപ്പിച്ചേനെ, എന്റെ കൈയുടെ ചൂട് നിങ്ങൾ അറിഞ്ഞേനെ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മദീന നിവാസികളാകാത്തത് കൊണ്ടാണ് ഈ ഉമർ നിങ്ങളെ വെറുതെ വിടുന്നത്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ അടിച്ചേനെ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഖിലാഫത്ത് നടത്തിയിരിക്കുന്ന കാലയളവിലാണ് സംഭവം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത കാലഘട്ടത്തിൽ മാത്രമല്ല, പ്രവാചകരുടെ വഫാത്തിന് ശേഷവും പരിശുദ്ധ പ്രവാചകരുടെ മുന്നിൽ സംസാരം ഉയർത്തല്ലേ അന്തഹബത അമാലുകും വഅൻതും ലാ തശൂറൂൻ, നിങ്ങൾ അറിയാത്ത വിധത്തിൽ നിങ്ങളുടെ അമലുകൾ പരിപൂർണമായി പൊളിഞ്ഞു പോകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നീ നിസ്കരിച്ചതും നോമ്പ് പിടിച്ചതും സക്കാത്ത് കൊടുത്തതും നീ ഹജ്ജ് ചെയ്തതും നീ പാപങ്ങളുടെ കണ്ണീരപ്പിയതും നീ നിരാലംബർക്ക് അവലംബമായതുമെല്ലാം പരിപൂർണമായി നഷ്ടപ്പെടുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ സംസാരമുയർത്തിയാലുള്ള കാരണം കൊണ്ടാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ പറയുന്ന അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ പ്രവാചകർ ഒരു സാദാസീത വ്യക്തിയല്ല തിരിച്ചറിയൻ. ആ പ്രവാചകരുടെ സുന്നത്തുകളെ അനുധാവനം ചെയ്ത് നാം ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ,
ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ. കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ജനിച്ച സമയത്തുണ്ടായ സംഭവങ്ങളും അല്ലാത്ത ചരിത്രങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മനോഹരമായ പ്രകീർത്തനങ്ങൾ ഒരു വീട്ടിൽ ആലപിച്ചാൽ ആ വീട്ടിൽ കണ്ണേറുണ്ടാവൂല, വീട്ടുകാർക്ക് അസൂയാലുക്കളുടെ അസൂയ ഉണ്ടാവൂല. കൂടോത്രം ചെയ്യുന്ന മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളോ കൂടോത്രങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവൂല, ഒന്നും അവർ കേൾക്കൂല. എല്ലാ ബലാമുസീബത്തുകളെ തൊട്ടൊഴിയും. ആ വീട്ടിൽ കള്ളൻ കയറൂല. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞതും മറ്റു അയിമത്തുകൾ രേഖപ്പെടുത്തി വെച്ചതും ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അൽ മവാഹിബുൽ ജലിയയിൽ ബൈത്തായി നമുക്ക് വേണ്ടി കോറിയിട്ടു. അള്ളാഹു അവരുടെ എല്ലാവരുടെയും ദറജ ഉയർത്തട്ടെ, അവരുടെ എല്ലാവരുടെയും പൊരുത്തം നമുക്ക് നൽകട്ടെ.